നടൻ സലീം കുമാറിന് വിട നൽകുകയാണ് നാട്. അങ്ങേയറ്റം ഷോക്ക്, അങ്ങേയറ്റം ആകസ്മിക മരണത്തിന്റെ ആഘാതം മലയാളിയുടെ ഓരോ മലയാളിയുടെയും ഹൃദയത്തിലുണ്ട്. ഇന്നും വേദനയോടെ സങ്കടത്തോടു കൂടി മലയാളി ഓരോ ഡയലോഗുകൾ ഓർക്കുകയാണ്. സലീം കുമാർ ബാക്കി വെച്ചിട്ട് പോയ കഥാപാത്രങ്ങൾ ഓർക്കുകയാണ്. നമ്മൾ നേരത്തെ കണ്ടു പെരുമഴയത്ത് ആംബുലൻസിൽ ആ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് അദ്ദേഹത്തിൻ്റെ ടൗൺ ഹാളിലേക്ക് പോകുന്നുണ്ട്. ലാഫിംഗ് വില്ലയിലെ ചിരി നിലയ്ക്കുന്നു എന്നത് യാഥാർത്ഥ്യമാണെങ്കിൽ കൂടിയും അദ്ദേഹം ബാക്കി വെച്ചിട്ട് പോയ ചിരിക്കഥാപാത്രമുണ്ടല്ലോ, അതിന് മരണം എന്തായാലുമില്ല. നാട് വിട ചൊല്ലാൻ ഒരുങ്ങുന്നുണ്ട്. പറവൂർ ടൗൺ ഹാളിലേക്ക് ഒഴുകിയെത്താൻ പോകുന്ന നൂറുകണക്കിന് ആളുകളാണ്. കാര്യം ഏതെങ്കിലും തരത്തിൽ VIP മാത്രമായിരുന്നില്ല സലീം കുമാറിൻ്റെ അടുത്ത സുഹൃത്തുക്കൾ. സാധാരണക്കാരെ മനുഷ്യൻ മുതൽ VIP വരെ ഒരേ കണ്ണിൽ തന്നെ കണ്ട അങ്ങേയറ്റം സോഷ്യലിസ്റ്റായ, അങ്ങേയറ്റം എല്ലാവരെയും ഒരേ കണ്ണിൽ കണ്ട ഒരു മനുഷ്യനാണ്. ആത്യന്തിക മനുഷ്യനാണ്. മണ്ണിൽ ഉറച്ചു നിൽക്കുന്ന, മണ്ണിൻ്റെ മണമറിയുന്ന, ഏതെങ്കിലും തരത്തിൽ താരചാടകൾ ബാധിക്കാത്ത, ഏതെങ്കിലും തരത്തിൽ അഹങ്കാരം ധാർഷ്ട്യം ബാധിക്കാത്ത അങ്ങേയറ്റം സാധാരണക്കാര മനുഷ്യനെ കാണാൻ ധാരാളം പേർ അങ്ങോട്ടേക്ക് വരാൻ പോകുന്നു. പറവൂരിലെ ടൗൺ ഹാളിലേക്ക് ആംബുലൻസ് അങ്ങനെ മുന്നോട്ടേക്ക് പോവുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ നേരത്തെ കണ്ടു. നേരത്തെ നമ്മൾ ആ പെരുമഴയത്ത് ഉള്ള ദൃശ്യങ്ങൾ, അത് ഈ ദിവസത്തിൻ്റെ സങ്കടവും വിരഹവും അത്രയും ഘനീഭവിച്ച ഒരു വാർത്താ ഫ്രെയിമായിരുന്നു എന്ന് ഉറപ്പായും പറയാം. പെരുമഴക്കാലത്തെ ആമു എന്നൊരു കഥാപാത്രമുണ്ട്, അക്ബറിൻ്റെ സുഹൃത്തായ ആമു. അങ്ങനെ പെരുമഴക്കാലത്തിലെ ആ കഥാപാത്രത്തെ അനശ്വരമാക്കിയ ആൾ മറ്റൊരു പെരുമഴക്കാലത്തെ ചരിത്രത്തിൽ അനശ്വരതയിലേക്ക് മായുന്നു എന്നുള്ളത് സങ്കടകരം, വേദന. പക്ഷേ നമ്മൾ നേരത്തെയൊക്കെ ഇന്നലെ മുതൽ പറയുന്ന പോലെയാണ് അദ്ദേഹം ബാക്കി വെച്ചിട്ട് പോയ അത് ഹാസ്യമാവട്ടെ, അത് CS ആവട്ടെ, ജീവിതത്തിൻ്റെ യാതനകൾ, ദുരിതങ്ങൾ നേർക്കുനേർ പറഞ്ഞു വെച്ച അച്ഛനുറങ്ങാത്ത വീടടക്കം, കറുത്ത ജൂതനടക്കം, ആദാമിൻ്റെ മകൻ അബു അടക്കമുള്ള കഥാപാത്രങ്ങളാവട്ടെ, അവയ്ക്ക് മരണമില്ല. അത് നമ്മൾ ഒരുപക്ഷെ ദിനേനെന്നോണം, ഡെയിലി വൈസ് ദിനേനെന്നോണം നമ്മൾ അത് നേരത്തെ തോമസ് മാത്യു പ്രേക്ഷകൻ കമന്റ് ബോക്സിൽ പറഞ്ഞിരുന്നു. എല്ലാ ദിവസവും സലീം കുമാറിനെ ഓർക്കാതെ പോകുന്നില്ല എന്നുള്ള കാര്യം സത്യമാണ്. ഏതെങ്കിലും തരത്തിലൊരു ട്രോളിലൂടെയോ ഒരു മീമിലൂടെയോ ഒരു കഥാപാത്രം ഒരു ഡയലോഗിലൂടെയോ അല്ലെങ്കിൽ നമ്മുടെ ദൈനംദിന സംസാരങ്ങളിൽ എവിടെയെങ്കിലും ഒക്കെയോ നമ്മൾ ഏതെങ്കിലും ഒരു ദിവസം സലീം കുമാർ ടച്ചില്ലാത്തൊരു ദിവസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല, മലയാളിയുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. അപ്പോൾ യാത്രയാവുന്നു, അവസാന യാത്രയിലേക്ക് പോകുന്നു സലീം കുമാർ. ആ കഥാപാത്രങ്ങളെ നമ്മൾ ഈ മണിക്കൂറുകളിൽ ഇപ്പോൾ ഓർക്കുമ്പോൾ അതിൽ ഉള്ളിൽ ചിരിയാവില്ല, ഇപ്പോൾ ഉള്ളിൽ ഒരു നീറ്റലോടും ഒരു വേദനയോടുകൂടിയാണ് നമ്മൾ ആ കഥാപാത്രങ്ങളെ ഇപ്പോൾ കാണുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.